പരിപ്പോട ത്രില്ലറെന്നും ഒ ടി ടിക്ക് വേണ്ട എന്നും ട്രോളിൽ നിറഞ്ഞിരുന്ന ഡൊമിനിക് ഒ ടി ടി വന്നു. ഗൗതം വസുദേവ മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ കാക്ക കാക്ക, വാരണമായിരം, വേട്ടയാട് വിളയാട് അങ്ങനെ പ്രതീക്ഷ ഉണ്ടാവാം. വേണ്ട, അതിൻ്റെ പകുതി പോലും പ്രതീക്ഷിക്കരുത്. പുള്ളിയുടേതായിട്ടുള്ള സൈൻ, നല്ല കോസ്റ്റ്യൂംസ്, മമ്മൂക്ക കിടുലു, ഇംഗ്ലീഷ് ഡയലോഗ്സ്, അതൊക്കെ മാത്രമാണ്. സ്ഥിരം പരിപ്പോട ത്രില്ലർ ആണെന്ന് ട്രോൾ വരും പോലെ ഒക്കെ ആണെങ്കിലും ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന സാധനമാണ്. അടിമുടി ട്രോൾ മെറ്റീരിയൽ അല്ല. CI ഡൊമിനിക് എന്ന ക്യാരക്ടറും കൊള്ളാം. ഗോകുൽ മമ്മൂക്ക കോംബോ, ചില കോമഡികൾ അതൊക്കെ വർക്കാവും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തള്ളിമറിച്ച് ഹിറ്റടിക്കാൻ നോക്കി. അതിനുള്ള സ്റ്റഫ് ഇതിലില്ല. OTT മെറ്റീരിയലാണ്. തിയേറ്ററിൽ ആഘോഷിക്കാനും 100 CR അടിക്കാനും ഇത് വെച്ച് നോക്കിയാൽ നടക്കില്ല. അപ്പോഴാണ് പരിപ്പോട ട്രോൾസൊക്കെ വന്നു തുടങ്ങുന്നത്. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ചെറുതാക്കി പരിപ്പോടയാക്കുക എന്നുള്ള പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവി അല്ല. പകുതി ആകുമ്പോഴേ ആളെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. എന്നിട്ട് നായകൻ ഇരട്ടി തപ്പുമ്പോൾ ബോറടിക്കും. ക്ലൈമാക്സ് ഈ അടുത്ത് വന്ന 2 തമിഴ് സിനിമയായിട്ട് നല്ല സാമ്യമുണ്ട്. പേര് പറഞ്ഞ് കാണാത്തവരെ വെറുപ്പിക്കുന്നില്ല. അതിനെ ഫ്രഷ് കണ്ടന്റായി പ്രസൻറ്റ് ചെയ്തതും പ്രശ്നമാണ്. മൊത്തത്തിൽ അയ്യേ എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലർക്ക് വർക്കാവും, ചിലർക്കാവില്ല. ഇത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. മമ്മൂക്ക, പരിപ്പുവട, ചായ, ആ ഒരു മൈൻഡിൽ കണ്ടു നോക്കുക. C5 ആണ് അവസാനം കനിഞ്ഞ ആ OTT പ്ലാറ്റ്ഫോം.